ഹലോ, നമ്മൾ കേരളീയർ വിദ്യാഭ്യാസപരമായി സാക്ഷരതയിൽ മുന്നിലാണ്. പക്ഷെ നമ്മൾ സാമ്പത്തികമായി സാക്ഷരരാണോ? റോബർട്ട് കിയോസാക്കിയുടെ വിച്ച് ഡാഡ് എന്ന പുവർ ഡാഡ് എന്ന പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യം ഇതാണ്. പുതിയ തലമുറ നിശ്ചയമായും വായിച്ച് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പുസ്തകമാണ് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പുവർ ഡാഡ്. പുസ്തകത്തിന്റെ മലയാള വിവർത്തനവും ലഭ്യമാണ്. സാമ്പത്തിക വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറയുന്ന പുസ്തകം പണം എങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പഠിപ്പിക്കുന്നു. പണത്തെക്കുറിച്ചുള്ള നമ്മുടെ പരമ്പരാഗത വിശ്വാസങ്ങളെ റോബർട്ട് ഈ പുസ്തകത്തിലൂടെ വെല്ലുവിളിക്കുന്നു. പണം സമ്പാദിക്കാൻ മാത്രം അറിഞ്ഞാൽ പോരാ, അത് എത്രത്തോളം നമ്മുടെ കൈവശം നിലനിർത്തിക്കൊണ്ട് പോകാനും കഴിയുന്നു എന്നത് വളരെ പ്രധാനമാണ്. സാധാരണക്കാരും ഇടത്തട്ടുകാരും എന്നും മാസവരുമാനത്തിൽ കുടുങ്ങി വലയുന്നു. അവരുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് ചിലവും കൂടുന്നു. ജീവിതകാലം മുഴുവൻ നമ്മൾ ഈ ഓട്ടപ്പന്തയത്തിൽ കിടന്ന് കറങ്ങുന്നു. ശമ്പളത്തെ മാത്രം ആശ്രയിക്കുന്നത് വ്യക്തികളെ സാമ്പത്തിക മാന്ദ്യത്തിന് ഇരയാക്കുന്നു. ലോൺ എടുത്തു വാങ്ങിയ ഒരു വീട് ഒരു ആസ്തിയായിട്ടല്ല, ഒരു ബാധ്യതയായിട്ടാണ് റോബർട്ട് കാണുന്നത്. നമുക്ക് വരുമാനം നേടിത്തരുന്നത് എന്തോ അതാണ് ആസ്തിയായി കാണേണ്ടത്. ചെറിയ രീതിയിലാണെങ്കിൽ പോലും പണം സമ്പാദിക്കുന്നതിന് പുസ്തകം ഊന്നൽ കൊടുക്കുന്നു. പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയും ബിസിനസ്സിലൂടെ പണം സമ്പാദിക്കുന്നതിനെ പറ്റിയും നമുക്ക് വാടക ഇനത്തിനും മറ്റും വരുമാനം ഉണ്ടാക്കിത്തരുന്ന ആസ്തികൾ ഉണ്ടായിരിക്കേണ്ടതിനെ പറ്റിയും പുസ്തകം വിവരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ വിധത്തിൽ നമുക്ക് വരുമാനം ഉണ്ടാകുമ്പോൾ പണം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മുടെ ജോലി പോയാൽ എത്ര നാൾ ഒരു വരുമാനവും ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ നമുക്ക് കഴിയുന്ന ഒരു സാമ്പത്തിക സ്രോതസ് നമുക്ക് ഉണ്ടാവേണ്ടതിനെ പറ്റി നമ്മൾ ചിന്തിക്കണം. സാമ്പത്തികമായ സ്വയം പര്യാപ്തതയും ഭദ്രതയും ഏതൊരു വ്യക്തിക്കും അനിവാര്യമാണ്. ഇതിന് സാമ്പത്തികമായ ഒരു വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സാക്ഷരത ഉണ്ടായേ തീരൂ എന്നാണ് റോബർട്ട് അടിവരയിട്ട് പറയുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനിയും മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.